സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ, അതും സുപ്രധാന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് സംഭവിച്ചിരിക്കുന്നു. മറ്റാരുമല്ല ആ ഉദ്യോഗസ്ഥൻ, സംസ്ഥാന പോലീസിലെ സൂപ്പർ DGP എന്ന് വിളിപ്പേരുള്ള ADGP MR അജിത് കുമാർ തന്നെയാണ്. തൃശൂർ പൂരം കലക്കി എന്ന് നിലമ്പൂർ MLA PV അൻവർ ആരോപിച്ച ADGP MR അജിത് കുമാർ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കുറ്റസമ്മതം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ADGPയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് വ്യക്തമാക്കിയത്. സ്വകാര്യ സന്ദർശനം എന്നാണ് DGPയുടെ വിശദീകരണം. ADGPയും RSS നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്നു തന്നെ DGPക്കും സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ല എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. സർക്കാരുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഈ നിമിഷം വരെ നടപടി എടുക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. തൃശൂർ പൂരത്തിന് മുമ്പ് ADGP RSS നേതാവിനെ കണ്ടെന്നും കൂടിക്കാഴ്ച ദുരൂഹമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വെളിപ്പെടുത്തിയത്. പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് സതീശന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസോ MR അജിത് കുമാറോ പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് കുഴപ്പമെന്നും അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പറഞ്ഞിരുന്നു. ഇതിനെതിരെ VD സതീശനും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയോ ADGPയോ ഇക്കാര്യം നിഷേധിച്ചാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഉടൻ തന്നെ MR അജിത്തിൽ നിന്നും വിശദീകരണം ചോദിക്കുകയായിരുന്നു. അങ്ങനെയാണ് RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം തുറന്നു പറഞ്ഞത്. സഹപാഠിയുടെ ക്ഷണപ്രകാരം കൂടെ പോയതാണെന്നും ADGP വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച. 2023 മെയ് മാസത്തിലാണ് ദത്താത്രേയ ഹൊസബാലയുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത്. ദത്താത്രേയ ഹൊസബാളെ തൃശൂരിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച ദിവസം ADGP MR അജിത് കുമാർ അവിടെ എത്തിയിരുന്നതായി അടുത്ത ദിവസം തന്നെ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹിക്കൊപ്പമാണ് 2023 മെയ് 22-ന് ADGP എത്തിയതെന്നും തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയതിനാൽ അജിത് കുമാറിന്റെ വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചാൽ എവിടെയെല്ലാം പോയെന്ന് വ്യക്തമാകും. അതിനാൽ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി പകരം വിജ്ഞാന ഭാരതി ഭാരവാഹി സ്വയം ഓടിച്ചു വന്ന കാറിലായിരുന്നു യാത്ര. ഹോട്ടലിന് മുന്നിലെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് പോലീസിലെ ഉന്നതർ തന്നെ പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ മേലുദ്യോഗസ്ഥർ വഴി സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും സർക്കാരിനും ലഭിച്ചിരുന്നു. റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തതിനാൽ പുറത്തുവരില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് കൂടിക്കാഴ്ചയെങ്കിൽ തുടർ നടപടിയും ഉണ്ടാകില്ല. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാവുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. നിഷേധിച്ചാൽ ബാക്കി തെളിവ് പുറത്തുവിടുമെന്നും സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കൂടിക്കാഴ്ച വിവാദം അന്വേഷിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി ADGP പൂരം കലക്കിയെന്ന് ഇടത് MLA PV അൻവർ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന് പുറമെയാകും കൂടിക്കാഴ്ച വിവാദം കൂടി പ്രത്യേക സംഘം അന്വേഷിക്കുക. പൂരം കലക്കിയതാണോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, RSS ഇടപെടലുണ്ടോ എന്നിവയും പരിശോധിക്കേണ്ടി വരും.